47 വർഷത്തെ മദ്യനിരോധനം അവസാനിച്ചു. ലക്ഷദ്വീപിൽ മദ്യവിൽപ്പനയും ഉപഭോഗവും അനുവദിക്കുന്ന പുതിയ എക്സൈസ് നിയമത്തിന് രാഷ്ട്രപതി അംഗീകാരം നൽകി. മദ്യത്തിന്റെ ഉത്പാദനം, വിൽപ്പന, ഉപഭോഗം എന്നിവ നിയന്ത്രിക്കാൻ എക്സൈസ് കമ്മീഷണറെ നിയമിക്കും. 47 വർഷത്തിന് ശേഷമാണ് ഈ മദ്യനിരോധനം അവസാനിപ്പിച്ചിരിക്കുന്നത്. ചരിത്രപരമായ ഒരു നടപടി എന്ന നിലയ്ക്ക് തന്നെയാണ് ഇതിനെ കാണേണ്ടതും. ഏത് രീതിയിലായിരിക്കും ദ്വീപ് ജനത ഇതിനോട് പ്രതികരിക്കാൻ പോകുന്നത് എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ലക്ഷദ്വീപിൽ മദ്യവിൽപ്പനയും ഉപഭോഗവും അനുവദിക്കുന്ന പുതിയ എക്സൈസ് നിയമത്തിനാണ് രാഷ്ട്രപതി അംഗീകാരം നൽകിയിട്ടുള്ളത്. മദ്യത്തിന്റെ ഉൽപ്പാദനം, വിൽപ്പന, ഉപഭോഗം എന്നിവ നിയന്ത്രിക്കാൻ എക്സൈസ് കമ്മീഷണറെയും നിയമിക്കുമെന്നാണ് രാഷ്ട്രപതി ഇപ്പോൾ പുതിയ ഉത്തരവിലൂടെ നൽകിയിരിക്കുന്ന വിശദാംശങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിശദാംശങ്ങൾ. ഏതായാലും മുഹമ്മദ് അസ്ലം വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. പുതിയ നിയമത്തിനാണ് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. അതും 47 വർഷത്തിന് ശേഷമാണ് ലക്ഷദ്വീപിൽ മദ്യനിരോധനം അവസാനിക്കുന്നത്. ദ്വീപ് നിവാസികളെ സംബന്ധിച്ചിടത്തോളം അത് ഏത് രീതിയിലായിരിക്കും അവിടെ ഇനി പ്രകടമാകാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ് എന്ന് വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകൾ അറിയാനുള്ള ഒരു വസ്തുത തന്നെയാണ്. കാരണം ലക്ഷദ്വീപ് എന്ന് പറയുന്നത് നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന പ്രദേശമാണ്. അപ്പോൾ അവിടെ മദ്യം ലഭിക്കുകയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും ആ ലക്ഷദ്വീപിൻ്റെ ഇനി മുന്നോട്ടുള്ള ഒരു കാലാവസ്ഥ എന്നുള്ളത് അറിയേണ്ട കാര്യമാണ്. അസ്ലം, അത് ഏത് രീതിയിലായിരിക്കും ബാധിക്കാൻ പോകുന്നത്? ദ്വീപ് നിവാസികളുടെ ഒരു പ്രതികരണം അത് ഏത് രീതിയിലായിരിക്കും? ദ്വീപ് നിവാസികൾ വളരെ കാലമായി തന്നെ ഈ ഒരു ആവശ്യം, ഇത്തരം നീക്കത്തെ എതിർത്തിരുന്നു. അതേസമയം തന്നെ നമുക്കറിയാം, പ്രഫുൽ കോടാക് പട്ടേൽ അഡ്മിനിസ്ട്രേറ്റർ വന്നതിന് ശേഷം ടൂറിസവുമായി ബന്ധപ്പെട്ട പല സ്ഥലങ്ങളിലും വികസിപ്പിക്കുകയും അതിനുവേണ്ടി അതിൻ്റെ ആ ഒരു ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട് സമ്പൂർണ്ണ മദ്യനിരോധനം എന്ന് പറയുന്നത് മാറ്റണമെന്ന ആവശ്യത്തിലേക്ക് പോവുകയായിരുന്നു. അത് സംബന്ധിച്ചുള്ള നടപടികളൊക്കെ പൂർത്തിയായിരുന്നു. ഇപ്പോൾ ഇരിക്കുന്നത് രാഷ്ട്രപതി ആ ഒരു തീരുമാനത്തിന്, അല്ലെങ്കിൽ ആ നിയമത്തിന് ഒപ്പുവച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 47 വർഷത്തെ ആ ഒരു മദ്യനിരോധനം എന്ന് പറയുന്നത് ലക്ഷദ്വീപിൽ നിന്ന് മാറിയിരിക്കുന്നു. ഇനി നിയന്ത്രണങ്ങൾ അവിടെ എക്സൈസ് കമ്മീഷണറൊക്കെ നിയോഗിച്ചുകൊണ്ട് അതിൻ്റെ നിയന്ത്രണത്തിൽ മദ്യ ഉപയോഗം, അതോടൊപ്പം തന്നെ വിൽപ്പന, കൈവശം വയ്ക്കൽ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിയമവിധേയമാകുന്ന രീതിയിലേക്കാണ് പോയിരിക്കുന്നത്. എക്സൈസ് കമ്മീഷണറുടെ നിയന്ത്രണത്തിലായിരിക്കും എല്ലാ കാര്യങ്ങളും ഉണ്ടാവുക. അതേസമയം തന്നെ പൂർണ്ണമായ മദ്യനിരോധനം, നേരത്തെ മദ്യം ഉണ്ടാക്കുന്നതോ കൈവശം വയ്ക്കുന്നതോ ഉപയോഗിക്കുന്നതൊക്കെ തന്നെ പൂർണ്ണമായി ലക്ഷദ്വീപിൽ നിരോധിച്ചിരുന്നു. ആ ഒരു നിരോധനമാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. പ്രധാനമായും വിദേശ സഞ്ചാരികൾ അവിടെ കൂടുതൽ വരുന്നുണ്ട്. മാത്രമല്ല, കൂടുതൽ ടൂറിസം സംവിധാനങ്ങളിലേക്ക് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ കടക്കുന്നുണ്ട്. അതിൻ്റെ സൗകര്യാർത്ഥം എന്ന് പറഞ്ഞുകൊണ്ടാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. പ്രദേശവാസികൾക്ക് വലിയ എതിർപ്പുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ഇതിൻ്റെ നികുതിയും വലിയൊരു നികുതിയാണ് ശരിക്കും ഇപ്പോൾ ഇവിടെ ഈടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഒരു സാധാരണഗതിയിൽ തന്നെ ഇതാണ് 400% ഡ്യൂട്ടിയാണ് ഇന്ത്യൻ നിർമ്മിത വിദേശത്തിന് ഈടാക്കിയിരിക്കുന്നത്. ബിയറിന് 200% തുടങ്ങിയ, അങ്ങനെ വൈൻ 80% എന്നിങ്ങനെയാണ് നികുതി ഈടാക്കിയിരിക്കുന്നതിലും ലക്ഷദ്വീപിലെ മദ്യനിരോധനം എന്ന് പറയുന്നത് അവസാനിപ്പിച്ചിരിക്കുന്നു. ഇന്നു മുതൽ വരും ദിവസം മുതൽ അവിടെ മദ്യം ലഭ്യമാകും. അസ്ലമാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.